കേരളത്തെ ചിലർ ഇസ്ലാമിക സംസ്ഥാനമാക്കാൻ ശ്രമിക്കുന്നുവെന്ന മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ പ്രസ്താവന സിപിഐഎമ്മിന്റെ പുതിയ നയംമാറ്റത്തിന്റെ തെളിവാണെന്ന് പോപ്പുലർ ഫ്രണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെ വേട്ടയാടുന്നതിലൂടെ സംസ്ഥാനത്ത് സർക്കാർ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടപ്പാക്കുകയാണ്. ജനപിന്തുണ നഷ്ടപ്പെട്ട എൽഡിഎഫ് സർക്കാർ നിലനിൽപ്പിനായി ഹിന്ദുത്വ പ്രീണനം നടത്തുകയാണെന്നും പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് നസ്രുദ്ദീൻ എളമരം ആരോപിച്ചു. പ്രവർത്തകർ ഉൾപ്പെട്ട മൂവാറ്റുപുഴ കൈവെട്ട് സംഭവത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന നേതാക്കളെ ചോദ്യം ചെയ്യുന്നതും സംഘടനയുടെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തിയതും അധാർമികമാണെന്ന് നസ്രുദ്ദീൻ എളമരം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ പുകമറ സൃഷ്ടിക്കലാണ് പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള നീക്കങ്ങൾ. ഭരണപരാജയവും ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ നഷ്ടപ്പെട്ടതുമൂലം സിപിഐഎം നിലനിൽപ്പിനായി ഹിന്ദുത്വ നിലപാടിലേക്ക് ചുവടുമാറ്റം നടത്തിയിരിക്കുകയാണ്. സിപിഐഎമ്മിന്റെ ഹിന്ദുത്വ പ്രീണന നിലപാട് അപകടകരവും സംസ്ഥാനത്തെ സംഘ് പരിവാർ ശക്തികൾക്ക് കരുത്തു പകരുന്നതുമാണെന്നും ഇത്തരം നിലപാടിൽ നിന്നും സിപിഐഎം പിന്മാറണമെന്നും പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് നസ്രുദ്ദീൻ എളമരം ആവശ്യപ്പെട്ടു. കേരളത്തിൽ നടന്ന ആദ്യത്തെ ക്രിമിനൽ ഒഫൻസാണ് എന്ന തോന്നിക്കുന്ന രീതിയിൽ, ഇതിനു മുമ്പൊന്നും നടക്കാത്ത വിധത്തിലുള്ള ഒരു സംഭവമാണ് കേരളത്തിൽ നടന്നത് എന്നുള്ള രീതിയിൽ മാത്രം സംഭവത്തിനൊരു മാനം നൽകിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുതരം ഭീതിതമായ ഒരു അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകന്മാര് ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു നിലപാട് പോപ്പുലർ ഫ്രണ്ട് നേരത്തെ പ്രഖ്യാപിച്ചത് അതിൽ കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രകാശ് കാരാട്ട് കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം പറഞ്ഞിട്ടുള്ളത് ബിജെപിയുടെ വർഗീയ നയത്തിന്റെ ഭാഗമല്ല അബ്ദുൽ നാസർ മദനിയുടെ പേരുള്ള കേസ് എന്നാണ്. എന്തിനാണ് സിപിഎമ്മിന്റെ ദേശീയ സെക്രട്ടറി ബിജെപിയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്?